ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് നമ്മളിപ്പോൾ റഷ്യയിലാണ് നിൽക്കുന്നത്. ഇവിടെ 4 ഡിഗ്രീസ് ആണ്, അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഇത് നമ്മുടെ സെക്കൻഡ് ഡേ. ഇന്ന് നൈറ്റ്, നാളെ വെളുപ്പിന് നമ്മൾ നാട്ടിലെ ദുബൈയിലേക്ക് പോകും. അങ്ങനെ ഇത് നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് വന്നൊരു ട്രിപ്പാണ്. ഇതിൻ്റെ മെയിൻ കാര്യം, പപ്പ 20 ഇയേഴ്സ് എയറോഫ്ലോട്ടിൽ കംപ്ലീറ്റ് ചെയ്തത് കൊണ്ട് 2 ബിസിനസ് ക്ലാസ് ടിക്കറ്റ് അപ്പയ്ക്ക് ഫ്രീ ഉണ്ട്. സോ ആ ടിക്കറ്റ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ട്രിപ്പിൻ്റെ പിന്നിലെ പ്രധാന കാര്യം. പക്ഷേ ഞാനും കൂടെ വലിഞ്ഞേറി വന്നു. ഇങ്ങോട്ട് ഞാനും കൂടെ ബിസിനസ് ക്ലാസ് ടിക്കറ്റ് നമ്മൾ സ്റ്റാഫ് ടിക്കറ്റ് എടുക്കേണ്ടി വന്നു. സോ അങ്ങനെയാണ് നമ്മളിവിടെ എത്തി 2 ദിവസത്തെ ഒരു ട്രിപ്പാണ്. ഇതിൽ 2 ദിവസം കൊണ്ട് റഷ്യയിൽ ഒന്നും പറ്റില്ല. അതായത് നമ്മൾ വന്ന് സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ട് പരിചയമായി, എങ്ങനെയൊക്കെ ട്രാവൽ ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് വരുമ്പോഴത്തേന് 2 ദിവസം കഴിയും കേട്ടോ. എന്നാൽ നമ്മൾ ഡേ ഫസ്റ്റ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. പിന്നെ ഇവിടെ 4 ഡിഗ്രി ഒക്കെയാണ്. ഇന്നലെ നമ്മൾ ട്രാവൽ ചെയ്തപ്പോൾ 7 ഡിഗ്രി ആയിരുന്നു. കുഴപ്പമില്ലായിരുന്നു, ബട്ട് ഒരു നല്ല തണുപ്പാണ്. പക്ഷെ നമുക്ക് അത്രയും നമ്മൾ അത്രയും ഒന്നും നമുക്ക് ശീലമില്ലല്ലോ. ഈ 7 ഡിഗ്രി തണുപ്പൊന്നും നമ്മളങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല അധികമായിട്ട്. ദുബായിൽ 33 ഒക്കെയാണ്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് 7 ഡിഗ്രി ഒന്നും പറ്റുന്നില്ലായിരുന്നു. പക്ഷെ നമ്മൾക്ക് പറ്റുന്ന പോലെ നമ്മുടെ ബോഡിക്ക് പറ്റുന്ന പോലെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. ഞാൻ പപ്പയോട് ചോദിച്ചപ്പോൾ പപ്പ പറഞ്ഞത് ഇതൊരു ടെസ്റ്റ് ട്രിപ്പാണെന്ന്. ടെസ്റ്റ് ട്രിപ്പ്, അതായത് ഇങ്ങനെയൊക്കെ വരണം, എന്തൊക്കെ കൊണ്ടുവരണം, പിന്നെ എന്തൊക്കെയാണ് നമ്മൾ അടുത്ത ട്രിപ്പിൽ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടി വന്നൊരു ടെസ്റ്റ് ട്രിപ്പ്. ദറ്റ് ഈസ് ദ മെയിൻ അജണ്ട ബിഹൈൻഡ് ദിസ് ട്രിപ്പ് എന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ താമസിച്ചത് നൊവോട്ടൽ എന്ന് പറയുന്നൊരു എയർപോർട്ട് ഹോട്ടലിലാണ്. നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ വ്ളോഗിൽ കാണാം. ഓക്കെ, അപ്പോൾ എൻ്റെ ഫസ്റ്റ് വ്ളോഗാണ് എൻ്റെ യൂട്യൂബ് ചാനൽ. നോക്കാമല്ലേ എങ്ങനെ ഉണ്ടെന്ന്. കം ഓൺ ഗൈസ് നമ്മൾ പോവാണ് ഗൈസ്. ഓൾ സെറ്റ്. സോ ഗായ്സ്, നമ്മൾ പെട്ടെന്ന് തന്നെ റെഡിയായി. നമുക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. സോ ഫ്ലൈറ്റൊക്കെ കഴിഞ്ഞു, പെട്ടെന്ന് വന്ന് ഡ്രസ്സ് മാറി ബോർഡിങ്ങിലേക്ക് നമ്മൾ ഓടിയാണ് കയറിയത്. ബിസിനസ് ക്ലാസ്സിലായിരുന്നു നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ടിക്കറ്റ്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളങ്ങനെ മോസ്കോ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ഇമിഗ്രേഷനൊക്കെ സ്മൂത്തായിരുന്നു, പേടിച്ചോലൊന്നും ഉണ്ടായില്ല, അടിപൊളിയായിരുന്നു. മോസ്കോ എയർപോർട്ട് എനിക്ക് തോന്നുന്നു അറൈവൽ സൈഡ് വലുതായിട്ട് കാണാനൊന്നുമില്ല, പക്ഷേ പച്ച സൈഡ് അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ നൊവോട്ടൽ നമ്മുടെ എയർപോർട്ട് ഹോട്ടലിലേക്ക് വിട്ടു കിടന്നുറങ്ങി. നമ്മുടെ ഫസ്റ്റ് ഡേ 1 ആപ്പാട് 2 ദിവസമേ ഉള്ളൂ. അതിൽ ഫസ്റ്റ് ഡേ നമ്മുടെ ഐറ്റിനറി എന്ന് പറയുന്നത് ക്രെംലിനും കത്തീഡ്രൽസും വിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അടിപൊളി ബൊഫേ ആയിരുന്നു. അത് കഴിച്ച് നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. ഹോട്ടലിലെ റിസപ്ഷനിൽ നിന്ന് തന്നെ നമ്മളൊരു ടാക്സി ബുക്ക് ചെയ്തു. തിരിച്ചെങ്ങനെ വരുമെന്നൊന്നും നമുക്ക് ഒരു ഐഡിയ ഇല്ല, പക്ഷേ എന്തായാലും വന്നതല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങി. ടാക്സി ബുക്ക് ചെയ്ത് ടാക്സി ഹോട്ടലിൽ നിന്ന് തന്നെ തന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വിട്ടു ക്രെംലിനിലേക്ക്. നമ്മുടെ ഹോട്ടലിൽ നിന്നൊരു 30 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ടായിരുന്നു. പക്ഷേ പോകുന്ന സിറ്റി ഫുള്ള് നമുക്ക് കാണാനായിട്ട് ഓരോ സാധനങ്ങളുണ്ടായിരുന്നു. അവിടുത്തെ ബിൽഡിങ്സ് ആവട്ടെ, ട്രീസ് ആവട്ടെ. ഞാൻ വണ്ടി കയറി സാധാരണ പെട്ടെന്ന് ഉറങ്ങുന്ന ആളാണ്, പക്ഷേ ഇത് ഫുള്ള് ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അടിപൊളിയായിരുന്നു, ഒരുപാട് ഇഷ്ടമായി. നമ്മളങ്ങനെ ക്രെംലിനിലെത്തി. അവിടെ ഒരുപാട് ടൂറിസ്റ്റ് ഉണ്ട്. എനിക്ക് തോന്നി ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് ചൈനയും പിന്നെ ഫിലിപ്പീൻസും ഒക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു. അങ്ങനെ നമ്മളവിടെ എത്തി. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഞാൻ മൈക്കും കൊണ്ടൊക്കെയാണ് പോയത്, പക്ഷേ വീഡിയോസിലെടുത്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കൂടുതലും ഞാൻ വിറയ്ക്കുന്നതാണ് അതിലുള്ളത്. കുറച്ച് അങ്ങോട്ട് നമുക്ക് മനസ്സിലാവും, എൻ്റെ മൂക്കൊക്കെ ചുമന്ന് കയറുന്നുണ്ട്. അങ്ങനെ നമ്മൾ ക്രെംലിനിലെത്തി. അവിടുത്തെ കത്തീഡ്രൽസ് വിസിറ്റ് ചെയ്യാൻ ടിക്കറ്റ് ഉണ്ട്. സോ ടിക്കറ്റിംഗ് ഓഫീസ് നമ്മൾ തിരഞ്ഞ് നടക്കുമായിരുന്നു. അങ്ങനെ ടിക്കറ്റിംഗ് ഓഫീസ് കണ്ടുപിടിക്കാനായിട്ട് പപ്പ പോയി. അപ്പോൾ ആ ടൈമിൽ ഞാനും അമ്മയും കൂടെ താഴോട്ട് ഇറങ്ങി. അവിടെ ഒരു ക്യൂ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം മേ ബി അതായിരിക്കും എൻട്രൻസ് എന്ന് പറഞ്ഞ് ഞാനും അമ്മയും താഴോട്ട് നടന്നു. താഴോട്ട് നടക്കുമ്പോഴൊക്കെ എന്ത് ബ്യൂട്ടിഫുള്ളാണെന്നറിയോ ഈ വ്യൂ എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് ഫോട്ടോ എടുത്തു, നല്ല രസമായിരുന്നു. അങ്ങനെ ടിക്കറ്റിംഗ് ഓഫീസ് കണ്ടുപിടിച്ച് നമ്മൾ ടിക്കറ്റ് എടുത്തു. അങ്ങനെ ഈ ക്യൂവിൽ ജോയിൻ ചെയ്തു. ഇത് കത്തീഡ്രൽസിലോട്ട് കയറുന്നൊരു എൻട്രൻസ് ആണ്. ഇവിടെ ഫുള്ള് ഇങ്ങനെ പടർന്ന് കിടക്കുവാണ്. ഒരുപാട് കത്തീഡ്രൽസ് അതിനകത്ത് തന്നെ ഉണ്ട്. നല്ല തണുപ്പുണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് ഡേ വിസിറ്റ് ചെയ്തപ്പം ഐ തിങ്ക് 7 ഡിഗ്രി ആയിരുന്നു. പക്ഷെ നമുക്ക് പറ്റുന്നേ ഇല്ലായിരുന്നു, ഒട്ടും പറ്റുന്നില്ലായിരുന്നു. എനിക്ക് നല്ലപോലെ വിറയ്ക്കുമായിരുന്നു. അങ്ങനെ ഗ്ലൗസൊക്കെ ഇട്ടാണ് പോയെങ്കിലും പക്ഷേ എനിക്ക് പറ്റുന്നില്ലായിരുന്നു. നമ്മളങ്ങനെ അകത്ത് കയറി
ഒരുപാട് പള്ളികളുണ്ട്. അതിൽ ചില പള്ളികളിൽ എന്തോ പണികൾ കാരണം അത് ക്ലോസ്ഡ് ആണ്. ഇങ്ങനെ ഇവിടെ സൈൻ ബോർഡ്സൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മളതൊക്കെ റെഫർ ചെയ്ത് ഓരോ പള്ളികളായിട്ട് വിസിറ്റ് ചെയ്തു. അടിപൊളിയാണ്. അതിന് ഉള്ളിലത്തെ ഭാഗങ്ങളൊക്കെ നല്ല രസമായിരുന്നു. നമ്മൾ അവിടെ ചെന്നതൊരു സാറ്റർഡേ ആയിരുന്നു. സാറ്റർഡേയിൽ ഇങ്ങനൊരു പരിപാടികളവിടെ ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞു. ഇതൊരു മിലിറ്ററി പരേഡാണ്. അത് എന്താണെന്ന് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അങ്ങനെ നമ്മൾ ഇവിടെ എന്തോ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. കാരണം ഒരുപാട് മീഡിയക്കാരും പിന്നെ കുറേ മിലിറ്ററി ഒഫീഷ്യൽസൊക്കെ അവിടെ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്ന കണ്ടപ്പോഴേ നമുക്ക് തോന്നി എന്തോ പരിപാടി ഉണ്ടെന്ന്. അങ്ങനെ നമ്മളവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേ നമുക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്തു. ഇതൊരു മിലിറ്ററി പരേഡാണ്. ഇതെല്ലാ മാസവും നടക്കുന്നൊരു കാര്യമല്ല. ഏപ്രിൽ ടു ഒക്ടോബർ സാറ്റർഡേയ്സിൽ മാത്രം നടക്കുന്നൊരു പരിപാടിയാണ്. 12 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. നമുക്കിത് അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു പരിപാടിയെക്കുറിച്ച്. പക്ഷെ നമ്മുടെ ട്രിപ്പിന് ഇതൊരു ബോണസ് സാധനമായിരുന്നു. അടിപൊളിയായിരുന്നു. നമുക്കത് ഒരുപാട് ഇഷ്ടമായി. അവരുടെ ഒരു കോർഡിനേഷനും അവരുടെ പെർഫോമൻസും ഒക്കെ അടിപൊളിയായിരുന്നു. ഇത് ഇങ്ങനൊരു പരിപാടി വന്ന് അറിഞ്ഞവരും ഉണ്ട്, അല്ലാണ്ട് ഇത് അറിയാതെ വന്നവരും ഉണ്ട്. അങ്ങനെ ഇവരുടെ കൂടെയൊക്കെ ഫോട്ടോയൊക്കെ എടുത്ത് നമ്മൾ അവിടുന്ന് നേരെ വിട്ടു. അടുത്ത് നമുക്ക് അലക്സാണ്ടർ പാർക്കിലേക്ക് പോകാമെന്നായിരുന്നു വിചാരിച്ചത്. നമ്മൾ അങ്ങോട്ട് പോയി. പക്ഷേ നമുക്ക് തണുപ്പ് ഒട്ടും പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങാം എന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു. പിന്നെ അലക്സാണ്ടർ പാർക്ക് കൂടെ വിസിറ്റ് ചെയ്തു. അടിപൊളിയായിരുന്നു. മെയിനായിട്ട് എനിക്കവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു എന്താ പറയുക, ട്രീസ് ഇങ്ങനെ നിൽക്കുന്നതാണ്. അവിടെ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഫ്ലവേഴ്സായിട്ടൊന്നും കണ്ടില്ല. പക്ഷേ ഇങ്ങനത്തെ ലീവ്സ്, പല കളേഴ്സിലുള്ള ലീവ്സ്, മെയിൻലി ഓറഞ്ച്, യെല്ലോ, അങ്ങനത്തെ ഒരു കളർ കോംബോയിലുള്ള കുറേ ട്രീസുണ്ട്. ഇഷ്ടംപോലെ ട്രീസുണ്ട്. അങ്ങനെ നമുക്ക് കയറാൻ പറ്റുന്ന, നമുക്ക് ടിക്കറ്റ്സ് എടുത്തേക്കുന്ന കുറച്ച് കത്തീഡ്രൽസിലേക്ക് മാത്രമേ നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ. അവിടെ കയറി കുറച്ച് മ്യൂസിയംസൊക്കെ ഉണ്ടായിരുന്നു, അവിടെയും കയറി നമ്മളൊക്കെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ പാർക്കിലും കയറി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. നമുക്ക് അധികം നേരം എങ്ങും ഇരിക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് തണുപ്പാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഈ പാർക്കിൽ നിന്ന് ഇറങ്ങി നേരെ ഒരു ഫുഡ് സ്പോട്ട് കണ്ടുപിടിക്കാമെന്നായിരുന്നു നമ്മുടെ ഒരു മൈൻഡിൽ. അത് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി. ഇത് നമ്മുടെ ക്രിസ്മസ് ട്രീ പോലെ ഇരിക്കുകയാണ്, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഞങ്ങളവിടെ പറയുമായിരുന്നു ഇത് കണ്ടിട്ടായിരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ക്രിസ്മസ് ട്രീ ഈ ഒരു ഷേപ്പിലാക്കിയത്. അമ്മയ്ക്ക് ഒട്ടും പറ്റുന്നില്ലായിരുന്നു, പക്ഷേ അമ്മ കടിച്ച് പിടിച്ച് നടക്കുമായിരുന്നു ഞങ്ങളവിടെ. അങ്ങനെ ഞങ്ങൾ ഇവിടെയൊക്കെ കണ്ട്, ഇവിടെ എന്തോ ഒരു ഓക്ക് ട്രീ എന്ന് പറയുന്നൊരു ട്രീയും കൂടെ ഉണ്ട്. അതിൻ്റെ ഫ്രൂട്ട് അടുത്ത് കുറേ പേര് വന്നിങ്ങനെ പറക്കുന്നുണ്ടായിരുന്നു. എന്തിനാ അത് പറക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായില്ല. ഒന്നാമതെ ഇവിടുത്തെ ആർക്കും ഇംഗ്ലീഷ് അറിയില്ല. അപ്പം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു. ഈ ഒരു വ്യൂ നോക്കിയേ, എന്ത് രസമാണെന്നറിയോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വിട്ടു ഒരു ഇറ്റാലിയൻ കഫേയിലേക്ക്. കിട്ടിയ പിസ്സ കഴിച്ച് വയറ് നിറച്ച് നമ്മളവിടെ നിന്ന് ഇറങ്ങി. കുറേ നടന്നു. എവിടെ നിന്നാണ് ഒരു ടാക്സി കിട്ടുക? ഇവിടെ നമ്മൾ കൈ കാണിച്ചാലൊന്നും ടാക്സി നിർത്തില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ എങ്ങനെയൊക്കെ ഒരു ടാക്സി കണ്ടുപിടിച്ച് അവരോട് നമ്മുടെ ഹോട്ടലിൻ്റെ അഡ്രസ്സൊക്കെ പറഞ്ഞു കൊടുത്താൽ അവർക്ക് ഇംഗ്ലീഷ് മനസ്സിലാവില്ല. സിം എടുക്കാതെ ആരും വരരുത്, അല്ലെങ്കിൽ നെറ്റില്ലാണ്ട് ആരും വരരുത്. ഈ ഭാഷ പോലും അറിയില്ല ഇവർക്കത്. ഇംഗ്ലീഷൊക്കെ ഒരു കോമൺ ലാംഗ്വേജ് അല്ലേ, ഇവർക്കത് പഠിച്ചൂടെ? ഒരാൾക്കും ഇംഗ്ലീഷ് അറിയില്ല. സോ വി ആർ സ്ട്രഗിളിങ്. ഫൈനലി കുറച്ചധികം പരിശ്രമത്തിലൂടെ നമുക്കൊരു പോലീസുകാരന് കുറച്ച് ഇംഗ്ലീഷ് അറിയായിരുന്നു. പുള്ളിക്കാരൻ വഴി നമുക്കൊരു ടാക്സി ബുക്ക് ചെയ്തു. അങ്ങനെ നമ്മൾ ടാക്സി ബുക്ക് ചെയ്ത് നേരെ വിട്ടു ഹോട്ടലിലേക്ക്. അങ്ങനെ നമ്മൾ ഹോട്ടലിലെത്തി. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് ഹോട്ടലിലെത്തി. നേരെ പോയി കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റു. അപ്പോൾ അതുപോലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. നമ്മുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ VDNH, ഇതൊരു എക്സിബിഷൻ സെൻ്ററാണ്. അപ്പോൾ നമുക്കധികം പ്ലാനിങ്സ് ഒന്നും ഇല്ല. ബട്ട് സെക്കൻഡ് ഡേ നമുക്കുണ്ടായ ഒരു ബെനിഫിറ്റ്, നമ്മുടെ നെറ്റ് ആക്ടിവേറ്റ് ആയി. ഈ കാണുന്ന ഇവിടുത്തെ സ്റ്റാഫ്, ഈ ഹോട്ടലിലെ സ്റ്റാഫ് ഒരുപാട് ഹെൽപ്ഫുള്ളായിരുന്നു. നമുക്ക് ഒരുപാട് പുള്ളിക്കാരിക്ക് ഒന്നാമത്തെ കാര്യം ഇംഗ്ലീഷ് നല്ലപോലെ അറിയാമായിരുന്നു. നമ്മുടെ ഇവിടെ വന്നിട്ട് നമ്മൾ അനുഭവിച്ച ഏറ്റവും വലിയൊരു ലാംഗ്വേജ് ബാരിയർ തന്നെയായിരുന്നു. ആർക്കും ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാവില്ല. റഷ്യൻ ലാംഗ്വേജ് അല്ലാതെ ഒരു വാക്കും അവർക്ക് ഇംഗ്ലീഷ് മനസ്സിലാവുന്നില്ല. നമ്മളെ ഹോട്ടലിലെ ഒരു സ്റ്റാഫ് പറഞ്ഞുകൊണ്ടാണ് എക്സ്ട്രാ ജാക്കറ്റുകൾ എടുത്തത്. ആ സ്റ്റാഫ് പറഞ്ഞത് എന്തായാലും കാര്യമായി, അല്ലെങ്കിൽ നമ്മൾ ഈ ജാക്കറ്റ് എടുക്കത്തില്ലായിരുന്നു. പക്ഷേ ഈ ജാക്കറ്റ് എടുത്തുകൊണ്ടാണ് ഇവിടെ പിടിച്ചിരിക്കാൻ പറ്റുന്നതെന്ന് തോന്നുന്നു.
അങ്ങനെ നമ്മൾ അകത്ത് കയറി കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടു. ഇത് വലിയൊരു എക്സിബിഷൻ സെൻറ്ററാണ്. നമ്മൾ എങ്ങോട്ട് പോകണം, എന്താദ്യം കാണണം ഒക്കെ ഡൗട്ടായി. അപ്പോഴാണ് ഈ കേബിൾ കാർ കണ്ടത്. നമ്മൾ ഉടനെ പോയി ഒരു ടിക്കറ്റ് എടുത്തു. ഇവിടെ എനിക്ക് തോന്നുന്നു ഒരാൾക്ക് 600 രൂപീസ് എന്തോ ആയിരുന്നു ടിക്കറ്റ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ടിക്കറ്റും എടുത്ത് അവിടുത്തെ ഒരു മാപ്പും ആ എക്സിബിഷൻ സെൻറ്ററിൻ്റെ ഫുൾ ഒരു മാപ്പും കയ്യിലെടുത്ത് നമ്മൾ നേരെ വിട്ടു കേബിൾ കാറിലേക്ക്. നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. വലിയൊരു കേബിൾ കാറൊന്നും അല്ല, ബട്ട് സ്റ്റിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ആ എക്സിബിഷൻ സെൻറ്റർ ഫുള്ള് നമുക്കിവിടെ ഇരുന്ന് കാണാൻ പറ്റും. അതായത് ആ കേബിൾ കാറിൽ മൂവ് ചെയ്ത് പോകുമ്പം ആ ഒരു ഏരിയയിലുള്ള ഫുൾ എന്താ പറയുക പാലസസും കുറേ പെവിലിയൻസ് ഉണ്ട്, ഇഷ്ടംപോലെ പെവിലിയൻസ് ഉണ്ട്. അതെല്ലാം നമുക്കതിനകത്ത് കാണാൻ പറ്റുമായിരുന്നു. അഫ്കോഴ്സ് പിന്നെ നമ്മുടെ ട്രീസ്, എന്ത് രസമാണ് ഇവരെയൊക്കെ കാണാൻ. അങ്ങനെ നമ്മൾ ഒരു 5-10 മിനിറ്റ് കൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു എൻഡിലോട്ടെത്തും. അങ്ങനെ നമ്മൾ അപ്പയും അമ്മയും ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. നമ്മൾ 2ാം ദിവസം ട്രാവൽ ചെയ്തപ്പോഴത്തേന് 4 ഡിഗ്രി ആയി. അപ്പോൾ ഇതിനകത്തോട്ട് കയറിയപ്പം, അതായത് ഈ കേബിൾ കാറിനകത്ത് കയറിയപ്പം കുറച്ചൊരു ചൂടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കേബിൾ കാറിൽ നിന്ന് ഇറങ്ങി നേരെ പോയപ്പോൾ ഒരു ഹൈപ്പർ മാർക്കറ്റാന്ന് തോന്നുന്നു. അങ്ങനെ നമ്മളൊരു മാർക്കറ്റിൽ കയറി. ഇവിടെ നിന്ന് ഒരു കോഫി കുടിച്ചിട്ടാവാം ബാക്കിയെന്ന് വിചാരിച്ച് നമ്മളൊരു കോഫി വാങ്ങി. അവിടെ ഒരു മീഡിയത്തിന് 200 രൂപീസും ലാർജിന് 220 രൂപീസ്. അങ്ങനെ നമ്മളൊരു മീഡിയം കോഫി മേടിച്ച് അങ്ങനെ ഒരു കോഫിയൊക്കെ എൻജോയ് ചെയ്ത് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ ഇവിടെ കോഫി മേടിച്ചാലും ടീ മേടിച്ചാലും ഒന്നിനും ചൂടില്ല. അതവിടുത്തെ ക്ലൈമറ്റ് കൊണ്ടാണോ അതോ അങ്ങനെയാണോ എല്ലാവരും കുടിക്കുക എന്നൊന്നും അറിയത്തില്ല, ഒന്നിനും ചൂടില്ല. ഗൈസ്, നമ്മളൊരു കോഫിയൊക്കെ കുടിച്ചു. നമ്മളിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിലാണ്. ഇവിടുത്തെ സൂപ്പറാണോ ഹൈപ്പറാണോ എന്നറിയില്ല, പക്ഷെ ഒരു മാർക്കറ്റ് കണ്ടുപിടിച്ച് നമുക്ക് കയറി. ബാഗൊക്കെ നോക്കുന്നുണ്ട്. ഇവിടുത്തെ ഒരു പെർഫ്യൂം സ്റ്റോറാണെന്ന് തോന്നുന്നു. ഇതൊക്കെ ഒറിജിനൽ തന്നെ ആണോ എന്നറിയില്ല. വൈറ്റ് ബേർഡ്, ഇത് ട്രൈ മീ ഇങ്ങനെയാണെന്ന് തോന്നുന്നു, റഷ്യൻ്റെ ഇതൊന്നും കൊള്ളാൻ തോന്നുന്നു. നോട്ട് ബാഡ്, നല്ല രസമുണ്ട്. ഒരു ബാഗ് എടുത്തിട്ട് അവർക്ക് അതിൻ്റെ പ്രൈസ് പോലും നമ്പേഴ്സായിട്ട് 1 2 3 എന്ന് പറയാൻ പോലും അവർക്ക് ആർക്കും അറിയില്ല. അപ്പോൾ അവർ ഗൂഗിൾ ട്രാൻസ്ലേറ്ററൊക്കെ എടുത്ത് നമുക്ക് പറഞ്ഞു തരുമോ. എന്ത് രസം നോക്കൂ ഈ ഫ്ലവേഴ്സ് കാണാൻ, അടിപൊളിയായിട്ടില്ലേ? നല്ല രസമല്ലേ ഫ്ലവേഴ്സ് എല്ലാം കാണാൻ. ഇവിടെ ആൾക്കാർ കാണാൻ വരുമ്പോഴൊക്കെ ഫ്ലവേഴ്സാണ് തോന്നുന്നത്. ഇവിടുത്തെ വെളുത്തുള്ളിയോ സവാളയും കണ്ടാന്ന് തോന്നുന്നു. സൂക്ഷിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും ഇത് വെളുത്തുള്ളിയാണ്, പക്ഷെ ദൂരെ നോക്കുമ്പോൾ ഒരു സവാള പോലെ തോന്നും. 50 രൂപീസ്, 1 കിലോയ്ക്ക് 50 ആണോ? ഇതാണ് വെളുത്തുള്ളി, അപ്പോൾ ഇത് സവാള ആയിരിക്കും. എന്തൊക്കെയാ ഇവിടെ, എന്തൊക്കെയോ സാലഡ്സ് ഉണ്ട്. സാലഡ് തന്നെ ആണോന്നറിയില്ല, എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്തുവാണോ എന്തോ. അത് ആപ്പിൾ ഉപ്പിലിട്ടതാണോ? എല്ലാം ഉപ്പിലിട്ടതാണെന്ന് തോന്നുന്നത്. ഉള്ളി ഉപ്പിലിട്ടത് ഗൈസ്, ഇതൊക്കെ ഉള്ളിയൊക്കെ ഉപ്പിലിട്ടത് തന്നെ, വെളുത്തുള്ളി ഉപ്പിലിട്ടത് ഇതൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. സവാള. അപ്പം മറ്റേ എന്തുവാ ഗൈസ്, ഇതാണ് ഇവിടുത്തെ ക്രിസ്ത്യൻ ചോക്ലേറ്റ്സ്. ഇത് നമ്മുടെ അപ്പൂസിൻ്റെ ഫേവറേറ്റ് കാർട്ടൂണാണ്, മാഷ ആൻഡ് ദ ബിയർ. നോക്കൂ, എന്താല്ലേ ചോക്ലേറ്റ് എന്നാന്ന് തോന്നുന്നല്ലോ, ചോക്ലേറ്റ് ആണത്. അപ്പൂസേ, ഐ ആം ബൈയിങ് ദിസ് ഫോർ യു, മാഷ ആൻഡ് ദ ബിയർ. ഇഷ്ടപ്പെടുന്നെങ്കിൽ പറയണം കേട്ടോ. നമ്മളവിടുന്ന് സാധനമൊക്കെ വാങ്ങിച്ചു ഇറങ്ങി ഗൈസ്. അത്യാവശ്യം വേണ്ട സാധനങ്ങൾ, കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വേണം. ഹൗ ടു ഡിസ്കവർ VDNH, ഇതാണ് നമ്മുടെ ഡോറയുടെ മാപ്പ്. ഇവിടെ നോക്കി നമ്മൾ ഇപ്പോൾ പോകാൻ പോകുന്നത് ഫ്രണ്ട്ഷിപ്പ് ഫോർ പീപ്പിൾസ് ഫൗണ്ടൈൻ. അയ്യോ തണുത്തിട്ട്. ഇതാണ് നമ്മുടെ എൻട്രൻസ്. അങ്ങനെ നമ്മുടെ എൻട്രൻസ് കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പോഴാണ് ഇവിടുത്തെ മെയിൻ പവലിയൻ, സെൻട്രൽ പവലിയൻ. ദ ഫസ്റ്റ് പവലിയൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് കയറാൻ പോവാണ്, എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിലെന്ന് അറിയാൻ വേണ്ടി. അപ്പം
ഇതാണ് നമ്മുടെ ഇവിടെ കാണേണ്ട ഒരു പവലിയൻ എന്നാണ് എല്ലാവരും പറയുന്നത്. ഇവിടുത്തെ ടോയ്ലറ്റ്സിനൊക്കെ പറയുന്നത് WC എന്നാട്ടോ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നതെന്ന് അറിയത്തില്ല. അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ പോയി ജാക്കറ്റൊക്കെ ഊരി വെക്കണമായിരുന്നു. അങ്ങനെ ജാക്കറ്റൊക്കെ ഊരി പറയുന്ന റൂമിൽ വെച്ചിട്ട് നമ്മൾ നേരെ വിട്ടു. ഇതെല്ലാം റഷ്യൻ ലാംഗ്വേജിലാണ് എഴുതി വെച്ചേക്കുന്നത്. നമുക്കൊന്നും മനസ്സിലായില്ല ഇതൊക്കെ ആരാ എന്തുവാന്നൊക്കെ. പിന്നെ ഇതെന്തോ ഒരു കോടതിയാണെന്ന് നമുക്ക് മനസ്സിലായി. പണ്ടത്തെ ഇവിടുത്തെ കോടതി ഇങ്ങനെ ആയിരുന്നെന്ന് തോന്നുന്നു. എന്തായാലും കൊള്ളാമല്ലേ, എല്ലാവരും ചുറ്റും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നൊരു കോടതി, അടിപൊളി. നമ്മളവിടുത്തെ കുറേ ഫോട്ടോസും കുറേ പെയിൻറ്റിങ്സൊക്കെ അടിപൊളി, നല്ല രസമുണ്ടായിരുന്നു. നമ്മളടുത്ത് നിന്നിങ്ങനെ കാണുമ്പോൾ അതിൻ്റെ പെർഫെക്ഷനൊക്കെ നല്ല എന്താ പറയുക അടിപൊളിയായിരുന്നു. നമ്മളങ്ങനെ കുറച്ച് അങ്ങോട്ട് പോയപ്പോഴാണ് യേശുവിൻ്റെയും മാതാവിൻ്റെയൊക്കെ പെയിൻറ്റിങ്സും ഒക്കെ കണ്ടത്. ഇതാണ് നമ്മുടെ ആലഞ്ചേരി പള്ളിയിലുള്ള മാതാവിൻ്റെ ഫോട്ടോ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കി. അപ്പോൾ അമ്മ ഇങ്ങനെ പറയുമായിരുന്നു ഇതാണപ്പോൾ കറക്റ്റ് മാതാവിൻ്റെ ഫോട്ടോ എന്നൊക്കെ. അങ്ങനെ നമ്മൾ ഈ ഫോട്ടോസൊക്കെ കണ്ട് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായി, കുറച്ചൊക്കെ മനസ്സിലായില്ല. നമ്മളവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു പോയി ജാക്കറ്റൊക്കെ എടുത്തു. അവിടെ നിന്ന് ഇറങ്ങി എൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അവരുടെ ഒരു സൊവനിയർ ഷോപ്പും കുറച്ച് ചോക്ലേറ്റ് ഷോപ്പും ഒക്കെ കണ്ടത്. നമ്മളൊക്കെ ട്രൈ ചെയ്തു, പക്ഷേ ആ ചോക്ലേറ്റ്സ് ഒന്നും നമുക്ക് ഇഷ്ടമായില്ല. പിന്നെ എന്തൊക്കെയോ ഹെർബൽ തിങ്സ് ഉണ്ടായിരുന്നു, പക്ഷേ അതൊന്നും നമുക്ക് മനസ്സിലായില്ല എന്തോ ആണ്. ഈ സൊവനിയർ ഷോപ്പ് ഭയങ്കര റീസണബിൾ ആയിരുന്നേ, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സൊവനിയർ ഷോപ്സ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. ഇതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഈ പവലിയോൻ്റെ സ്ട്രക്ചറും എങ്ങനെയാണ് ഇത് ബിൽഡ് ചെയ്തതെന്നും ഓരോ ഫോട്ടോ എന്തിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നതെന്നൊക്കെ ഉള്ള ഒരു ഡിസ്പ്ലേ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതും റഷ്യൻ ലാംഗ്വേജിലാണ്. സോ എനിക്ക് മനസ്സിലായത് ഇവർ ഇൻ്റർനാഷണൽ ടൂറിസത്തിനെ എത്ര പ്രൊമോട്ട് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. മേ ബി ആയി വരുന്നേ ഉള്ളായിരിക്കും. ബട്ട് സ്റ്റിൽ അവർക്ക് കുറച്ചും കൂടെ ഒന്ന്, ഇത്രയും ഇൻ്റർനാഷണൽ ടൂറിസ്റ്റ് വരുന്നൊരു രാജ്യമല്ലേ, അവർക്ക് കുറച്ചും കൂടെ ഒന്ന് ടൂറിസത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക, കുറച്ച് ഇംഗ്ലീഷ് ലാംഗ്വേജിലൊക്കെ ഒരു സൈൻ ബോർഡ്സോ അല്ലെങ്കിൽ ഈ ഡിസ്ക്രിപ്ഷനൊക്കെ അവർക്ക് ഇംഗ്ലീഷിലൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാമായിരുന്നു എന്ന് തോന്നി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. എന്തായാലും കരിയിലേക്ക് പറക്കാൻ ഇങ്ങനത്തെ മെഷീനൊക്കെ, പക്ഷെ അങ്ങനെയൊക്കെ വേണം കേട്ടോ, അല്ലെങ്കിൽ എത്രയാണെന്ന് വെച്ചാൽ തൂക്കുക അത്രയ്ക്കുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഫൗണ്ടെയിൻ കാണാനാണ് പോയത്. ഇതാണ് ഫ്രണ്ട്ഷിപ്പ് ഫൗണ്ടെയിൻ, പക്ഷേ അത് വാക്കിംഗ് അല്ലായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ വിട്ടു അടുത്ത പവലിയനിലേക്ക്. ഇത് നോക്കിയാൽ ശരിക്കും ഒരു മനുഷ്യ ഇരിക്കുന്ന പോലില്ലേ, പക്ഷെ അത് മനുഷ്യനല്ലായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ വിട്ടു അടുത്ത പവലിയൻ കാണാൻ. വലുതായിട്ട് നമുക്ക് ഒന്നാമതൊന്നും മനസ്സിലാവുന്നില്ല അതിനകത്ത് കയറിയിട്ട്. നമ്മളിപ്പം ജസ്റ്റ് കണ്ടിറങ്ങി. പിന്നെ അപ്പം അതേപോലെ കുറച്ചധികം ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമുക്ക് മനസ്സിലായി അവിടെ കുറേ ഈ ട്രാൻസ്പോർട്ടിൻ്റെ, അതായത് ഏവിയേഷൻ ഫീൽഡ്, ലാൻഡ്, പിന്നെ റെയിൽ, ഇങ്ങനത്തെ അതിൻ്റെയൊക്കെ കുറച്ച് എക്സിബിഷൻസൊക്കെ നടക്കുന്നുണ്ട് നമ്മൾ അറിഞ്ഞു. നമ്മൾ വിചാരിച്ചു അങ്ങോട്ടൊന്ന് പോവാൻ. അതിന് മുമ്പ് നമ്മളിവിടെ ഒരു മോള് പോലെ കണ്ടു. ജസ്റ്റ് കയറി നോക്കി, നല്ല പൈസയായിരുന്നു. ഒരു കുഞ്ഞു സാധനത്തിന് പോലും അവിടെ 500 റൂബിൾസിൽ കുറഞ്ഞൊരു സാധനമില്ല. അങ്ങനെ നമ്മളവിടെ നിന്ന് ജസ്റ്റ് നടന്ന് എല്ലാം കണ്ട് എന്തൊക്കെയോ മനസ്സിലായി. അങ്ങനെ നമ്മളവിടെ നിന്ന് ഇറങ്ങി നേരെ വിട്ടു അടുത്ത പവലിയനിലേക്ക്. ഇങ്ങനെയൊക്കെ നോക്കുമ്പം അടിപൊളിയാട്ടോ. ഇതൊക്കെ ഈ എക്സിബിഷൻ സെൻറ്റർ നമുക്ക് ഒരു 1 ഡേ ഫുള്ള് കറങ്ങിയാലും തീരില്ല, അത്രയ്ക്ക് വലിയ എക്സിബിഷൻ സെൻറ്ററായിരുന്നു. നിങ്ങൾക്ക് നേരെ നോക്കിയാൽ മനസ്സിലാവും, അതാണ് നമ്മുടെ ഏവിയേഷൻ ഫീൽഡിലൊരു എക്സിബിഷൻ അവിടെ നടക്കുന്നുണ്ട്, ആ റോക്കറ്റൊക്കെ വെച്ചേക്കുന്നിടത്ത്. ഇവിടെ എന്തോ ഒരു സയൻസ് എക്സിബിഷൻ എന്തായാലും നടക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ കയറിയില്ല. എന്തിനാ കയറിയിട്ട് മനസ്സിലാവുന്നില്ലല്ലോ നമുക്കൊന്ന്. അതിനെ നമ്മളൊന്നാൽ തളർന്നു, നടന്ന് ക്ഷീണിച്ചു. ചെറിയ മഴയുണ്ട്, നല്ല തണുപ്പുമുണ്ട്. അങ്ങനെ നമ്മൾ വിചാരിച്ചു ഏവിയേഷനിലൊന്ന് കയറി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഏവിയേഷനിലോട്ട് വിട്ടു. ഞാൻ അമ്മയോട് ചോദിക്കുമായിരുന്നു അമ്മ തണുക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ അമ്മ പറയാം ഇന്നലത്തേക്കാളും തണുക്കുന്നുണ്ട്. ഈ എക്സിബിഷൻ സെൻറ്ററിൽ ഫുള്ള് ഓരോ 100 മീറ്ററിൽ ഇങ്ങനത്തെ കോഫി ഷോപ്സ് അവൈലബിൾ ആണ്. കോഫി മാത്രമല്ല, കുറച്ച് സ്നാക്സും ഒക്കെ ആയിട്ട് സെൽഫ് ചെക്കൗട്ടും അല്ലാതെ കൗണ്ടർ സ്റ്റാഫും ഉള്ള ഇങ്ങനത്തെ കുറച്ച് ഷോപ്സ് ഉണ്ട്. അപ്പം ആൾക്കാർ പെട്ടെന്ന് ടയേർഡാവുകയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല. അവിടെ വെള്ളത്തിന് വെള്ളം. പക്ഷേ ഈ കൺട്രിയിൽ ഏറ്റവും കൂടുതൽ എനിക്ക് എക്സ്പെൻസീവായിട്ട് തോന്നിയ ഫുഡ് തന്നെ കേട്ടോ. ഇവിടെ 1 ലിറ്റർ വെള്ളത്തിന് തന്നെ 500 റൂബിൾസൊക്കെ ഉണ്ട്. പക്ഷേ ട്രാവലിംഗ് ഒന്നും അത്ര എക്സ്പെൻസീവ് അല്ല. നമ്മൾ ഏവിയേഷൻ്റെ എക്സിബിഷനൊക്കെ ഓടിച്ച് കണ്ട് നമ്മളവിടെ നിന്ന് നേരെ വിട്ടു. ലാൻഡ് ട്രാൻസ്പോർട്ടേഷൻ കാണാൻ വിട്ടു. അവിടെയും കയറി ജസ്റ്റ് നമ്മളെല്ലാം കണ്ടു. അവിടെ നിന്ന് ഇറങ്ങി നമ്മളങ്ങനെ തിരിച്ച് പോവാണ്. ഇപ്പോൾ സമയം 2:30. ഇപ്പോൾ നമ്മൾ തുടങ്ങിയാൽ ഒരു 3 മണിക്ക് ഹോട്ടലിലെത്തും. നല്ല അത്യാവശ്യം തണുപ്പുണ്ട്.
ഇതിൻ്റെ എക്സിറ്റ് എവിടെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതുകൊണ്ടാണ് നേരത്തെ ഇറങ്ങുന്നത്. ഇവിടുത്തെ എല്ലാ സൈൻ ബോർഡ്സും റഷ്യൻ ഭാഷയിലാണ്. സോ നമ്മൾ എക്സിറ്റ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഇവിടുത്തെ മാപ്പും പിന്നെ ആരോടും ചോദിക്കണം. ചോദിച്ച് നമ്മൾ പുറത്തിറങ്ങി ടാക്സി ബുക്ക് ചെയ്ത് പോകണം. അങ്ങനെ നമ്മൾ അവിടുത്തെ ഒരു ഇൻ്റർനാഷണൽ ടൂറിസ്റ്റിനോട് തന്നെ ചോദിച്ച് പുള്ളിക്കാരൻ വഴി നമ്മൾ എക്സിറ്റ് കണ്ടുപിടിച്ച് എക്സിറ്റിലെത്തി. പെട്ടെന്ന് തന്നെ ഒരു ടാക്സി ബുക്ക് ചെയ്തു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അടിപൊളി സ്ഥലം കേട്ടോ. നമ്മളിതിൻ്റെ പകുതിയുടെ പകുതി പോലും കണ്ടില്ല. ഗൈസ്, നമ്മൾ റഷ്യയോട് യാത്ര പറയുകയാണ്. ബൈ ബൈ റഷ്യ. എന്തായാലും നെക്സ്റ്റ് ടൈം വരുമ്പോൾ നമ്മൾ ഈ എക്സിബിഷൻ സെൻറ്റർ ഫുള്ള് കാണണമെന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ആ കുട്ടികളുടെ ഒരു 2 രൂപ എന്തോ കളിക്കുമായിരുന്നു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ. നമ്മൾ പെട്ടെന്ന് ഹോട്ടലിലെത്തി അവിടെ ചെന്ന് ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റു. 5 മണിക്കായിരുന്നു നമ്മുടെ ഇവിടുന്ന് ബസ്. ഇതാണ് മെയിൻ എയർപോർട്ട് ഹോട്ടൽ. 3 എയർപോർട്ട് ഹോട്ടൽസാണ് മെയിനായിട്ടുള്ളത്. അതാണ് ഏറ്റവും അടുത്തായിട്ട്, അതായത് 15 മിനിറ്റ്സ് യാത്രയെ കാണത്തുള്ളൂ എയർപോർട്ടിൽ നിന്ന് ആ ഹോട്ടലിലേക്ക്. ഡിപ്പാച്ചർ സൈഡ് ആ എയർപോർട്ടിൻ്റെ അറൈവൽ എനിക്ക് കണ്ടപ്പോൾ എനിക്കിതൊരു എയർപോർട്ടായിട്ടേ തോന്നിയില്ല. പക്ഷേ ഡിപ്പാച്ചറിൽ കയറിയപ്പോഴാണ് ഒരു വെറൈറ്റി. നമ്മൾ സാധാരണ കാണുന്ന എയർപോർട്ട്സോ ദുബായ് എയർപോർട്ടോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ എയർപോർട്ട്സോ ഒന്നുമല്ല. ഇതൊക്കെയാണൊരു എന്താ പറയുക, എന്തോ ഒരു വ്യത്യസ്തത അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബാക്ക് സ്ക്രീനിങ്ങും ഇമിഗ്രേഷനും ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വിട്ടു ഗേറ്റ്സിലേക്ക്. റഷ്യയിൽ നിന്ന് പോകുന്നല്ലോ. അതെന്താ അമ്മി അങ്ങനൊരു പറച്ചില്? ഈ ജാക്കറ്റ് അമ്മയ്ക്ക് ഊരി വെക്കാനുള്ളൊരു അവസരമായതുകൊണ്ട് മമ്മി പറയുന്ന റഷ്യയിൽ നിന്ന് പോയ സങ്കടമില്ല. അങ്ങനെ നമ്മൾ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് നേരെ വിട്ടു ഗേറ്റ്സിലേക്ക്. ഇവിടുത്തെ റെസ്റ്റോറൻ്റൊക്കെ കാണാൻ എന്തോ ഒരു ഭംഗിയുണ്ട് കേട്ടോ. അത് നമ്മൾ ഗേറ്റ്സിലൊക്കെ പോയി കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേനും അവിടുത്തെ ബോർഡിങ് അനൗൺസ്മെൻ്റ് ആയി. അവിടെ നിന്നപ്പോഴാണ് പപ്പയുടെ എക്സ് കൊളീഗിനെ മീറ്റ് ചെയ്തു. ഒരുപാട് നേരം സംസാരിച്ചു. പുള്ളിക്കാരെ ഇപ്പോൾ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ബോർഡിങ്ങിൻ്റെ ടൈമായി. പപ്പയും അമ്മയും ബിസിനസ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രയോറിറ്റി ബോർഡിങ് ഉണ്ടായിരുന്നു. അവരുടെ കൂടെ ഞാനും അങ്ങ് ബോർഡ് ചെയ്തു. ഞാൻ എക്കോണമിയിലായിരുന്നു. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ഇതാണ് കേട്ടോ. നേരെ വിട്ടു ഫ്ലൈറ്റിലേക്ക്. അവിടെ ചെന്ന് അപ്പയോടും അമ്മയോടും ടാറ്റയൊക്കെ പറഞ്ഞ് ഞാൻ എക്കോണമി കയറിയങ്ങിയിരുന്നു. ഇതാണ് നമ്മുടെ ബാസിനെറ്റ് സീറ്റ്. ഒരുപാട് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്നും ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ പരിപാടികളെന്നൊക്കെ നേരിട്ട് കണ്ടു. അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ വന്നു, ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഉറങ്ങിയപ്പോഴത്തേനും നമ്മൾ ദുബായിൽ ലാൻഡ് ചെയ്തു. എന്തായാലും ഒരു അടിപൊളി ട്രിപ്പാണ്. 2 ദിവസം കൊണ്ട് ഒന്നും പറ്റില്ല എന്നറിയാമായിരുന്നു. ബട്ട് സ്റ്റിൽ നമ്മൾ 2 ദിവസം പറ്റുന്ന പോലെ എക്സ്പ്ലോർ ചെയ്തു. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വ്ലോഗ് കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ.